സത്യം നമുക്ക് എന്തെങ്കിലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഒരു സിനിമയ്ക്ക് ഉണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ എത്ര വർഷം കഴിഞ്ഞാൽ ആ ഫിലിമിന് കിട്ടിയിരിക്കും. പക്ഷെ അന്ന് അത് ശരിക്കും വലിയ സ്വീകാര്യത ഇല്ലാതെ പോയൊരു സിനിമ. ഇന്ന് 600 സീറ്റ് ഫുൾ ആയിരുന്നു. ഇത് റിലീസ് ചെയ്ത സമയത്ത് നമുക്കിത് ജനിക്കാൻ പറ്റാതെ പോയാലോ, നമുക്കിത് തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയാലോ എന്നൊക്കെ ഉള്ളൊരു വിഷമം പണ്ടേ ഉണ്ടായിരുന്നു. 2000 ഞാൻ തിയേറ്ററിൽ കണ്ട പടമാണ്. അപ്പോഴും സത്യം പറഞ്ഞാൽ പ്രേക്ഷകർ നിഷ്കരണം തള്ളിക്കളഞ്ഞു ഈ സിനിമ. പക്ഷെ ഇതാണ് ഈ സിനിമയ്ക്ക് കിട്ടേണ്ട ഒരു കിടിലൻ ഗിഫ്റ്റ്, അല്ലെങ്കിൽ കാവ്യനീതി എന്ന് പറയും. ഇന്ന് ഈ തിയേറ്ററിൽ ഫുൾ ഹൗസ് ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ പ്രേക്ഷകരും ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ടു. ഈ സിനിമയുടെ തുടക്കം തന്നെ എന്തൊരു മഹാനുഭാവ പാട്ടാണ്. അത് തന്നെ എന്താ പറയാ, അവര് ഭയങ്കര മനസ്സ് തുറന്ന് സന്തോഷിക്കുന്നുണ്ട്. പിന്നെ എല്ലാ പാട്ടിനും പല സീൻസിനും ഒക്കെ കയ്യടിയായിരുന്നു. ചില ഡയലോഗിന് അവർ കയ്യടിയായിരുന്നു. സിനിമയിൽ ട്രിം ചെയ്തിട്ടുണ്ട് സിനിമ. ജഗതിയുടെ പോർഷൻ മൊത്തം ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ സിനിമയ്ക്ക് ആവശ്യം ഇല്ലാത്ത ആക്ഷനൊക്കെ എനിക്ക് ഒന്ന് അപ്പോഴേ ഇറങ്ങിയപ്പോൾ നരസിംഹത്തിന് ശേഷമാണ് ഈ സിനിമ വരുന്നത്. ജനുവരിയിൽ നരസിംഹം, ഡിസംബറിൽ ദേവദൂത്. ഇടയ്ക്ക് വേറെ സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് സിനിമയിൽ കുറെ കോംപ്രമൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് അതൊക്കെ ഒഴിവാക്കി കറക്റ്റ് ചെയ്ത് ട്രിം ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. ഭയങ്കര ഫീലാണ് പടം. ദേവദൂതൻ നിങ്ങൾക്ക് അല്ലാതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തിയേറ്റർ കണ്ടിട്ടില്ലെങ്കിൽ മിസ് ചെയ്യാതെ ഒരിക്കൽ കൂടെ വന്ന് കാണാം. ഭയങ്കര ഫീലിംഗ് ആണ്. അതും പ്രത്യേകിച്ച് എരിസ്പെക്സ് ഓടി 1 കണ്ടു കഴിഞ്ഞാൽ അതിന്റെ എഫക്ട് കിടിലോ. ഒരു കിടിലൻ തിയേറ്റർ കാണാനുള്ള ഒരു ഇപ്പോഴും കണ്ടാലും അതിന്റെ ആ ഒരു ക്വാളിറ്റി ഒരിക്കലും മാറും. പടം നിങ്ങൾ കണ്ടു കാണൂലേ? ഭയങ്കര ഗൂസ്ബംസ് മൊമെന്റ് ആണ്. എന്താ പറയുക, വാക്കുകൾ പകരം പോവുകയാണ്. റിവ്യൂകളും ഒക്കെ ആയി പോകുകൊണ്ടാണ് ഞാൻ ഒരുപാട് സംസാരിക്കാത്തത് തന്നെ. പക്ഷെ സത്യം നമുക്ക് എന്തെങ്കിലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഒരു സിനിമയ്ക്ക് ഉണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ എത്ര വർഷം കഴിഞ്ഞാൽ ആ ഫിലിമിന് കിട്ടിയിരിക്കും. അത് തന്നെയാണ് ഇന്നിവിടെ കാണുന്നത്. കാര്യം ഹൗസ്ഫുള്ളാണ്. നമുക്ക് കണ്ടില്ലേ, സിനിമ കഴിഞ്ഞിട്ട് പോലും നമുക്ക് അവിടെ എണീറ്റ് വരാനുള്ള ഒരു തോന്നുന്നില്ല. അത്രയ്ക്കാണ് ഓരോ ഫ്രെയിംസും ലൊക്കേഷൻസും. എന്തുകൊണ്ടാണ് വർഷങ്ങൾ ഈ സിനിമ ഇങ്ങനെ ഡൗൺ ആയി പോകുന്നത് എനിക്ക് മനസ്സിലാവില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര മസ്റ്റ് വാച്ചിങ് ചെയ്യുന്നത് അത്രയുള്ളൂ. ഈ 4Kയിൽ എല്ലാവരും ഒന്ന് കാണുക. ഹാറ്റ്സ് ഓഫ് എന്റെ ടീം, അല്ലാണ്ട് ഒന്നും പറയില്ല. എന്തെന്നാണ് പറയണ്ട, കാലം മുമ്പ് ഇറങ്ങിയത് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റിയത് ഭാഗ്യം പറയുന്നത്. പിന്നെ അത് തന്നെ ഞാൻ ചെറുതിൽ നിന്ന് തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടില്ല, ഇപ്പോഴാണ് കാണുന്നത്. അതുകൊണ്ടാണ് തീരെ വന്നത് തന്നെ. പക്ഷെ അത് തിയേറ്ററിൽ നമ്മള് പറയാൻ വാക്കില്ല. പണ്ട് എല്ലാവരും തിയേറ്ററിൽ ഇപ്പൊ കാണുന്ന എത്ര ദിവസം കിടക്കുമെന്ന് അറിയില്ല. എന്നിരുന്നാലും പറയാൻ വാക്കില്ല. വിദ്യാസാഗറിന്റെ BGM കേൾക്കാനും പാട്ട് കേൾക്കാനും വേണ്ടി മാത്രമാണ് കൂടുതൽ ആൾക്കാർ വന്നേക്കുന്നത്. അത്രയും നല്ല ഒരു ഇപ്പൊ സൗണ്ടിന്റെ ക്വാളിറ്റി ആയിരുന്നാലും. ഞാൻ ഈ സിനിമ ഒരിക്കൽ എനിക്ക് ഇതിന്റെ ഷൂട്ട് നടക്കുമ്പോൾ ഒന്ന് യൂട്യൂബിൽ പോകാൻ പറ്റി. അന്ന് ഞാൻ ഇതിന്റെ പാട്ട് സീനൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് തിയേറ്ററിൽ കണ്ടു. പക്ഷെ അന്ന് അത് ശരിക്കും വലിയ സ്വീകാര്യത ഇല്ലാതെ പോയൊരു സിനിമ. ഇന്ന് 600 സീറ്റ് ഫുൾ ആയിരുന്നു. ഫസ്റ്റ് ഷോ ഹൗസ്ഫുൾ ആയിട്ട് വീണ്ടും കണ്ടു. മോഹൻലാലിന്റെ ആ ഒരു മെലിഞ്ഞ മോഹൻലാലിന്, വളരെ സുന്ദരനായ മോഹൻലാൽ. പിന്നെ അതുപോലെ ഈ സിനിമയുടെ ഒരു കോൺസെപ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ശരിക്കും ഒരു ഇംഗ്ലീഷ് മൂവിയായിട്ട് അന്ന് ഇറക്കിയിരുന്നെങ്കിൽ സൂപ്പർ ഹിറ്റ് ആയി പോകേണ്ട ഒരു സിനിമ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ റിലീസ് ദേവദൂതന്റെ ഒരു സൂപ്പർ ഹിറ്റ് ആയി മാറട്ടെ. കാരണം ഹൗസ്ഫുൾ ആയിട്ടാണ് ഇപ്പൊ ഞാൻ കണ്ടത്. അത് ഇത്രയും വലിയൊരു തിയേറ്ററിൽ 4K എക്സ്പീരിയൻസ് തിയേറ്ററിൽ കാണണം. ഭയങ്കര രസമായിട്ടുണ്ട്, വളരെ മനോഹരമായിട്ടുണ്ട്. ശരിക്കും എൻജോയ് ചെയ്തു. നന്നായിട്ടുണ്ട് മോനെ. കാര്യം പറഞ്ഞാൽ അവര് അത്യാവശ്യം കഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിലും 24 കൊല്ലത്തിന് മുമ്പുള്ള ഒരു പ്രിന്റ് വീണ്ടും കൊണ്ടുവന്ന് അത് എനിക്ക് തോന്നുന്ന അത്യാവശ്യം നല്ല രീതിയിൽ പൈസ മുടക്കിയിട്ടുണ്ട് റീമാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. എഡിറ്റിംഗിലായാലും കുറെ സീൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. ഒരു മ്യൂസിക്കൽ ട്രീറ്റ്, ഒരു 2-3 പാട്ടും കൂടെ ഉണ്ടാകുന്ന അടിപൊളിയാണ്. ഏകദേശം പടത്തിൽ പറഞ്ഞില്ല, അതേ ഇങ്ങോട്ട് നോക്കിയാണ് അതുപോലെയായിരുന്നു. ഐ വാസ് ലിറ്ററലി ക്രൈങ് മറ്റേ പാട്ട് വന്നപ്പോ. സോങ് ആഡ് ചെയ്തില്ല, പക്ഷെ അവർ റീമാസ്റ്റർ ചെയ്തപ്പോ ഒരു ഫൈറ്റ് ഒഴിവാക്കിയായിരുന്നു. അത് നല്ലതായിട്ട് തോന്നി. പിന്നെ ജഗതിയുടെ പോർഷൻ ഒഴിവാക്കിയായിരുന്നു. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നന്നായിരുന്നു ആ പോർഷനൊക്കെ, നന്നായിട്ട് എക്സ്പെക്ട് ചെയ്ത പോർഷനായിരുന്നു. ഒരിക്കലും ഇല്ല. ഭയങ്കര അടിപൊളിയായിരുന്നു. മ്യൂസിക് ഭയങ്കര അടിപൊളിയായിരുന്നു. ഐ വാസ് എൻജോയിങ് ഇറ്റ്. ടിവിയിൽ പണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു നഷ്ടബോധം ഫീൽ ചെയ്യായിരുന്നു. പറഞ്ഞു ഇത് റിലീസ് ചെയ്ത സമയത്ത് നമുക്കിത് ജനിക്കാൻ പറ്റാതെ പോയാലോ, നമുക്കിത് തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയാലോ എന്നൊക്കെ ഉള്ളൊരു വിഷമം പണ്ടേ ഉണ്ടായിരുന്നു. അതിപ്പോ മാറി കിട്ടി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ തന്നെ എല്ലാവരും സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും തിയേറ്ററിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അതിന്റെ ഓഡിയോ ആയാലും വിഷ്വൽ ആയാലും 4K ആയാലും എല്ലാം അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ എല്ലാ സീൻസും ഒന്നും ഇൻക്ലൂഡഡ് അല്ല. ജഗദീഷ് കുമാറിന്റെ സീൻസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും ടോട്ടലി നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ ക്വാളിറ്റി എല്ലാം കുറച്ച് പോർഷൻസ് കട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ടൈം ചെയ്ത് ബാക്കിയെല്ലാം